നമസ്കാരം ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസിൽ നിന്നുണ്ടായിരുന്നു. ഐറ്റം നമ്പർ 17 പരിഗണിച്ചത്. അപ്പോൾ ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു കേസ് പരിഗണിച്ചത്. കേസ് വിളിച്ചപ്പോൾ തന്നെ രതീഷ് കുമാർ സാർ പറഞ്ഞു, ഇത് നാം ഏവർക്കും അറിയാമല്ലോ, ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസിൻ്റെ ഒരു ഡയറക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന്. കാരണം ഇതൊരു ഫ്രഷ് പ്രൊസീഡിങ്സ് ആണോ, ഇതൊരു റീഇഷ്യൽ ഓഫ് ഓർഡർ ആണോ കോമ്പറ്റൻ്റ് അതോറിറ്റി ചെയ്തിരിക്കുന്നത്, അതിന് തീരുമാനമെടുക്കേണ്ടത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഈ കഴിഞ്ഞ നവംബർ 21 ആ 2 ആഴ്ച, ആ 2 വീക്സ് ടൈം ഫ്രെയിം കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻ സെഷനുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിന് സ്പെഷ്യൽ അപ്രൂവൽ ഓർ സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഫർദർ പ്രൊസീഡിങ്സിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ആ ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ പീരീഡിന് വേണ്ടിയുള്ള അപ്രൂവൽ ലെറ്റർ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ലഭിക്കേണ്ടതാണ് ബൈ പോസ്റ്റ്. അപ്പോൾ ആ ബൈ പോസ്റ്റ് ആ ലെറ്റർ ഇതുവരെയായിട്ടും കൈപ്പറ്റുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് 4th ഡിസംബറിലേക്ക് ഇപ്പോൾ റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാരണം ഇത് കോർട്ട് പ്രൊസീജിയറാണ്. ഇപ്പോൾ ഹൈറസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, കാരണം കോർട്ട് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് കാര്യങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ അപ്രൂവൽ ലെറ്റർ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ട് കൈപ്പറ്റിയതിന് ശേഷമേ അവർക്ക് കാരണം നാം ഏവർക്കും അറിയാമല്ലോ, ഇതൊരു ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക്, കാരണം വാദങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ എന്നുള്ള ഒരു ഫേസിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജിലാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കേസ് 4th ഡിസംബറിലേക്കാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാം ഏവർക്കും അറിയാവുന്ന പോലെ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദിയാസ് സാറിൻ്റെ ബെഞ്ച് അത് 4th ഡിസംബറിലാണ് അതും പരിഗണിക്കുന്നത്. 4th ഡിസംബറിൽ 2 കേസുകളാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ടുള്ള ഫർദർ ഹിയറിങ്സും ബാക്കിയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വെദർ ഇറ്റ്സ് എ ഫ്രഷ് പ്രൊസീഡിങ്സ് ഓർ എ റീഇഷ്യൽ ഓഫ് ഓർഡർ, അപ്പം അതുമായിട്ടുള്ള വാദങ്ങൾ ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലീഗൽ എക്സ്പേർട്സ് അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറും അതുപോലെ അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറും, ഇതൊരു ഫ്രഷ് പ്രൊസീഡിങ്സ് റീഇഷ്യൽ മാത്രമല്ല, ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ഒരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് മോഡൽ അല്ലെങ്കിൽ ബിസിനസ് മോഡൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ വളരെ ക്ലിയർ ആയിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ബോധിപ്പിക്കുവാൻ വേണ്ടി ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ എക്സ്പേർട്സിന് സാധിച്ചിരുന്നു. വളരെ നല്ലൊരു കാര്യം അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻസിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഇപ്പോൾ ഇത് കോർട്ട് പ്രൊസീജിയറാണ്. കോർട്ട് പ്രോസസ്സിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു എക്സാക്ട് ഡേറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല, മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആകാം. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ്, നിങ്ങൾ അതൊരു നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണോ പോകുന്നത്, അങ്ങനെയുള്ള ഒരു തോന്നലൊന്നും വേണ്ട. വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സെഷനിൽ വന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ പരിഗണിച്ചായിരുന്നു. അങ്ങനെ അതിൽ ബെയില് ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപന് ലഭിച്ചായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ PMLA ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബെയിലാണ്. അത് 4th ഡിസംബറിനാണ് പരിഗണിക്കുന്നത്. അതേ ദിവസം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4th ഡിസംബറിൽ തന്നെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എപ്പോഴും എനിക്ക് ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാര്യങ്ങൾ വളരെ വളരെ നല്ല രീതിയിലാണ്, നല്ല ഡയറക്ഷൻസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഹയർസ് മാനേജ്മെൻറ്റിന് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. കീപ് സപ്പോർട്ടിങ് ദം. അത് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കീപ് സപ്പോർട്ടിങ് ദം. അപ്പോൾ ഒരു ന്യൂസ് കണ്ടുകൊണ്ട് അപ്പം ഇതൊരു എല്ലാം പോസിറ്റീവായിട്ടാണ്, ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് നിങ്ങളാരും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊരു കോർട്ട് പ്രോസസ്സാണ്, കോർട്ട് പ്രൊസീജിയറാണ്. കോർട്ട് പ്രോസസ്സിലും കോർട്ട് പ്രൊസീജിയേഴ്സിലും കംപ്ലീറ്റ്ലി വിശ്വസിക്കുക. നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന സ്ലോഗൻ ഉണ്ടല്ലോ, സത്യമേവ ജയതേ. സത്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹയർ ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ചാണെങ്കിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ എക്സ്പേർട്സ് അവരുടെ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട
കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. സോ എല്ലാം വളരെ നല്ലൊരു ഡയറക്ഷൻസിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് ഹയർ സ്റ്റോൺ ഷോപ്പിക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്. സോ ഈ കേസ് അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സെഷനിൽ വന്നത്. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.